ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് റാഗി ഇടിയപ്പം ഉണ്ടാക്കാവേ. അപ്പോൾ ഞാൻ റാഗി എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി ഒരു ടംബ്ലർ, ഒരു ഗ്ലാസ് ഫുൾ നിറച്ചെടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂൺ നെയ്യുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനുശേഷം നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഇത് വെള്ളം മാതിരിയായിപ്പോവും. കുറേശ്ശെ ഒഴിച്ച് അതൊരു മാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കുറയുമ്പോൾ കൈ വെച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോകാതെ നോക്കുകയും വേണം. വളരെ കുറേശ്ശെ ഒഴിച്ച് കൊണ്ടുവന്നാൽ മതി. ഇനി നമുക്കിത് കയ്യിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന മാതിരിയൊക്കെ തോന്നും. അപ്പോൾ ഒത്തിരി എണ്ണ കയ്യിൽ തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ്. അപ്പോൾ അതിൽ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്ത് കുറേശ്ശെ, അതിനുശേഷം മാവ് നമ്മുടെ ഇടിയപ്പം മേക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അരി വെച്ചുണ്ടാക്കുന്ന ഇടിയപ്പത്തിനാണ് നല്ല ടേസ്റ്റ്. ഏറ്റവും ടേസ്റ്റ് അരി വെച്ചുണ്ടാക്കുന്ന ഇടിയപ്പം തന്നെയാണ്. പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ റാഗി ഇടിയപ്പമാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ അരി വെച്ചുള്ള, അതായത് അരിമാവ് വെച്ചുള്ള ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് റാഗി ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റ് മോശമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അതിനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിനിടയ്ക്ക് ഞാൻ സ്റ്റൗവിൽ വെള്ളം തിളയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തിളച്ചിട്ടുണ്ട് വെള്ളം. തിളച്ചതിന് ശേഷം മാത്രം തുറന്നിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അത് ഏത് ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും വെള്ളം തിളച്ചതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുവരെ റാഗി ഇടിയപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി നോക്കണം. അത് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് റാഗി ഇടിയപ്പവും റൈസ് ഇടിയപ്പവും ഉണ്ട് ഇവിടെ. അതുപോലെ ഒരു സ്റ്റ്യൂവും ഞാൻ വെച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.